എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ സന്ധ്യാസമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനും എൻ്റെ പ്രിയ പ്രേക്ഷകരുമായും പ്രിയപ്പെട്ടവരുമായും അല്പം സംസാരിക്കുവാനും സർവശക്തനായ ദൈവം ഇടവരുത്തിയതിന് ഞാൻ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് എനിക്ക് ഒരു വീഡിയോ പാസ്റ്റർ ആൽബിൻ്റെ കേൾക്കുവാനായിട്ടിടയായി. അദ്ദേഹം നല്ലൊരു ദൈവഭക്തനാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ആണെന്നോ അല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ചിന്തിക്കുന്നു. അദ്ദേഹത്തിനറിയാം അന്യഭാഷ ഉണ്ട്, അത് നല്ലതാണ്, അത് ദൈവം അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ ഭാഷ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്, അത് നല്ലതാണ്, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു. എന്നാൽ ഇന്നത്തെ അന്യഭാഷ പറച്ചിലെ പെന്തക്കോസ്തൽ വിഭാഗത്തെ കുറ്റം പറയല്ല. അവരെന്താണ് ഈ പറയുന്നതെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. പറയുന്ന ഒന്ന് തന്നെ അതെന്താണെന്ന് പോലും അവർക്കറിയാൻ വയ്യാത്ത ഒരവസ്ഥാവിശേഷം. അത് അന്യഭാഷയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. വേറെ ഏതോ ഭാഷയിൽ അവർ കൈകൊട്ടുന്നു, കച്ചിരി എന്ന് പറയുന്നു, അത് ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അന്യഭാഷ ലോകത്തിലേക്ക് വന്നപ്പോൾ അവർ വിവിധ ഭാഷയിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് അവരവരുടെ ഭാഷയിൽ തിരിഞ്ഞു. ഇന്നത്തെ അന്യഭാഷ ആരുടെയും ഭാഷയെ തിരിയത്തുമില്ല, അവർക്ക് തന്നെ അറിയത്തില്ല. അത് യഥാർത്ഥത്തിൽ അന്യഭാഷയാണോ അത് വേറെ ഏതെങ്കിലും ഭാഷയാണോ എനിക്കറിഞ്ഞുകൂടാ. ഞാനൊരു ഉദാഹരണം പറയാം. ഏതാണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാനൊരു വൈദിക സെമിനാരിയിൽ വിദ്യാർത്ഥിയായിരുന്നു. അത് ഈ വൈദിക സെമിനാരിയിൽ 18-20 സഭക്കാർ കൂടി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ആ സെമിനാരി. പക്ഷെ അവിടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്, ചെയിൻ പ്രാർത്ഥനയുണ്ട്, കൈയടിക്കുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്. ഈ 2 വർഷക്കാലം അവിടെ ഒരുപാട് പെന്തക്കോസ്തൽ വിഭാഗത്തിൽപ്പെടുന്ന പല പെന്തക്കോസ്തൽ വിഭാഗത്തിൽപ്പെടുന്ന സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അവർ മറുഭാഷ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കയ്യൊടിയുണ്ട്, സ്തോത്രമുണ്ട്, ഹല്ലേലൂയയുണ്ട്, ഉപവാസ പ്രാർത്ഥനകളുണ്ട്, ഭയങ്കരമായ ഉണർവ് യോഗങ്ങളുണ്ട്. പക്ഷെ ഒരൊറ്റ എണ്ണം അവിടെ മറുഭാഷ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഈ മറുഭാഷ ഇവരുടെ പോയി. നാട്ടിൽ നിന്ന് വരുമ്പോൾ, ഏതെങ്കിലും രാജ്യത്തു നിന്ന് അവിടെ വരുമ്പോൾ, അതിന് മുമ്പ് അവർക്ക് മറുഭാഷ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മറുഭാഷ ഇവിടെ പോയി. അതൊരു ചോദ്യമാണ്. 2, അത് കഴിഞ്ഞ് അവിടുത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെന്തക്കോസ്തൽ ഗ്രൂപ്പിൽ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ്. അവിടെ വന്ന്, അപ്പോൾ അതുവരെയും ഈ വ്യക്തിക്ക്, എൻ്റെ കൂടെ വരുന്ന പെന്തക്കോസ്തൽ വ്യക്തിക്ക് മറുഭാഷയില്ല. 2 വർഷക്കാലമില്ല. 2 വർഷക്കാലം അദ്ദേഹം ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. അത് 2 വർഷം കഴിഞ്ഞ് ഈ തെങ്കാശിയിൽ വന്ന് ഈ പെന്തക്കോസ്തൽ ഗ്രൂപ്പിൽ വന്ന് വൈകിട്ട് ഒരു പ്രാർത്ഥന നടത്തി. കൈയടിച്ചപ്പം തന്നെ മറുഭാഷ വന്നു. അവിടെ ഇരുന്നവർക്കെല്ലാം മറുഭാഷ. ഇതെന്തൊരു മറുഭാഷ? ഇതാണോ മറുഭാഷ? അദ്ദേഹം 2 വർഷക്കാലം അവിടെ പഠിച്ചിട്ട് അന്ന് ഇദ്ദേഹത്തിന് മറുഭാഷ വന്നില്ല. കയ്യടി ഉണ്ടായിരുന്നു, സ്തോത്രം ഉണ്ടായിരുന്നു, ഹല്ലേലൂയ ഉണ്ടായിരുന്നു, ഉപവാസം ഉണ്ടായിരുന്നു, പ്രസംഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ എണ്ണം സംസ്ഥാനത്തിൻ്റെ, ലോകത്തിൻ്റെ 5 വൻകര വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന അനേകം പെന്തക്കോസ്തൽ വിശ്വാസികളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ എണ്ണത്തിന് മറുഭാഷ വന്നില്ല. പക്ഷെ ഇത് സംഭവിച്ചു. അതെങ്ങനെ വന്നു? അതാണ് മറുഭാഷ. യഥാർത്ഥത്തിൽ മറുഭാഷയുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ പെന്തക്കോസ്തൽ വിഭാഗത്തിൻ്റെ മറുഭാഷ തെറ്റായ ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് ഞാൻ ഉയർത്തി അടിവരയിട്ട് തറപ്പിച്ചുറപ്പിച്ച് പറയുന്നു. 2ാമത്തെ കാര്യം, ഈ പെന്തക്കോസ്തൽ വിഭാഗങ്ങൾ നല്ലവരാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, നല്ലവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വീട്ടിൽ വഴക്കുണ്ടാക്കി, അയൽവക്കക്കാരൻ്റെ അതിരും മാന്തി, ചീത്തയും വിളിച്ച് ഇവൻ ഹോളിലേക്ക് വരുന്നു. ഞാൻ കുറ്റം പറയുകയാണെന്ന് ചിന്തിക്കരുത്. ഹോളിൽ വന്നു കഴിയുമ്പോൾ ഇവൻ തലയിട്ടാട്ടി വിറപ്പിച്ച്, കയ്യും വിറപ്പിച്ച്, സൂത്രവും ഹല്ലേലൂയയും മറുഭാഷയും, എന്തോ മറുഭാഷയും പറയുന്നത്. മറ്റുള്ളവന് പാരവെക്കുക, മറ്റുള്ളവന് കുറ്റം പറയുക, അവനെ ദുഷിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവൻ ഹോളിൽ വന്ന്
ദൈവത്തെ ആരാധിക്കുക മറുഭാഷയിൽ. ഇതെന്തോ മറുഭാഷയാണ്? പല സ്ത്രീകളും പല പുരുഷന്മാരും അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇതാണോ മറുഭാഷ? അത് സാത്താൻ്റെ ഭാഷയാണ്, അന്യഭാഷയല്ല. സാത്താന്യ ഭാഷയാണ് എന്നുള്ളത് ഞാൻ തീർത്ത് പറയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പെന്തക്കോസ്തൽ വിഭാഗത്തിൽപ്പെടുന്ന സഹോദരിമാരെ, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ യഥാർത്ഥത്തിൽ ഉള്ളതാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ മനസ്സിരുത്തി ദൈവസന്നിധിയിൽ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട അത്യാവശ്യമാണ്. ഇല്ല എങ്കിൽ ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഈ പെന്തക്കോസ്തൽ വിഭാഗങ്ങൾ ആഭരണം വർജിക്കണമെന്ന് പറയുന്നു. അവർ ഗൾഫിലോ അമേരിക്കയിലോ വിദേശ രാജ്യങ്ങളിൽ പോയി വരുമ്പോൾ സ്വർണ്ണങ്ങൾ കട്ടിക്കണക്കിനാണ് കിലോ കണക്കിന് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഇവർ ഇടുന്നില്ല, പക്ഷേ അവരുടെ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുന്നു. 50,000-ന് 60,000-ന് സാരി വാങ്ങിക്കുന്നു. നിങ്ങൾ ആഡംബര ജീവിതം നയിക്കരുതെന്ന് നയിക്കുന്നത് തെറ്റല്ല, നല്ലതാണ്. പക്ഷെ നയിക്കരുത് നിങ്ങൾ പ്രസംഗിക്കുകയും നിങ്ങൾ തന്നെ അത് ആഡംബര ജീവിതം കൊണ്ടാടുകയും ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. 50 ലക്ഷത്തിൻ്റെ 1 കോടിയുടെയും 2 കോടിയുടെയും വാഹനങ്ങൾ നിങ്ങൾക്ക് വേണം. അത് നല്ലത് തന്നെ, അത് വാങ്ങിക്കുന്നതിന് എതിരില്ല. പക്ഷെങ്കിൽ അത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ആ പ്രാർത്ഥനാക്കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ എത്രയോ എണ്ണം ഒരു നേരത്തെ ആഹാരമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ലാതെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ? അവരിൽ നിന്ന് നിങ്ങൾ കാശ് വാങ്ങിക്കുന്നതല്ലാതെ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ ക്ഷമിക്കുക. ഇനി എൻ്റെ പരമ്പരപ്രായ ഈ പാസ്റ്റർ ആൽവിൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ട് ഞാനിന്ന് പ്രതികരിച്ചു പോയതാണ്. എനിക്ക് അന്യഭാഷയിൽ വിശ്വാസമുണ്ട്, അന്യഭാഷ ഉണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെങ്കിൽ ഇത്തരത്തിലുള്ള അന്യഭാഷ ഒരിക്കലും ശരിയല്ല. അത് ഭൂതത്തിൻ്റെ ഭാഷയാണ്, അല്ലെങ്കിൽ സാത്താൻ്റെ ഭാഷയാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കണ്ടിട്ടില്ല ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ആഡംബര ജീവിതം വേണ്ടെന്ന് പറയും. നിങ്ങൾ ആഡംബര ജീവിതം നയിക്കുമ്പോൾ അതെങ്ങനെ നടക്കും? നിങ്ങളുടെ ഗ്രൂപ്പിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ സംഘടനയിൽ എത്രയോ ആളുകൾ പാവപ്പെട്ടവർ വീടില്ലാതെ, കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ പാടില്ലാതെ, അല്ലെങ്കിൽ വസ്ത്രമില്ലാതെ വിഷമപ്പെടുമ്പോൾ നിങ്ങൾ സുഖജീവിതം നയിച്ച് AC-ക്കകത്തിരുന്നു കൊണ്ട് ദൈവവചനം പറഞ്ഞാൽ ഇതൊരിക്കലും ശരിയാകത്തില്ല. ദൈവകോപം നിങ്ങളുടെ മേൽ ഉണ്ടാകുകയുള്ളൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞ് ക്ഷമിക്കുക. എൻ്റെ പാസ്റ്റർ ആൽവിൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ട് ഞാൻ ഇത്രയും പ്രതികരിച്ചെന്നേ ഉള്ളൂ. എൻ്റെ പേര് ബേബി മലശ്ശേരി. ഞാൻ സ്വാമി. താങ്ക് യു വെരി മച്ച്.